ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ എവിക്ഷനിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായ ആര്യന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ട്രെൻഡിംഗ് ആണ്. ഇന്റർവ്യൂ ചെയ്യുന്നത് വൈൽഡ് കാർഡായിട്ട് എത്തിയ മസ്താനിയാണ്. അവരുടെ വിശേഷങ്ങൾ ഇങ്ങനെ: ഇന്ന് നമ്മോടൊപ്പമുള്ളത് എന്നെ അത്രയ്ക്കും സന്തോഷത്തോടെ പുറത്തയച്ച ആര്യനാണ്. ഇപ്പോൾ എന്റെ മുന്നിലുള്ളത് എന്ന് പറഞ്ഞാണ് ആര്യനെ വെൽക്കം ചെയ്തത്. ആര്യൻ എവിക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് വെരി ബാഡ് ആയിരുന്നു, ഞെട്ടിപ്പോയി. നെവിൻ ആദ്യമേ ഞെട്ടി, സേവ് ആയതിൽ. പിന്നെ എന്റെ അവസ്ഥ പറയണോ? പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായി പ്രേക്ഷകർ എന്നെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന്. അതുകൊണ്ട് അൺഫെയർ ആയാലും കുഴപ്പമില്ല. മസ്താനി പറയുന്നുണ്ട്, എനിക്ക് അൺഫെയർ ആയിട്ട് തോന്നി. കാരണം ഗ്രാഫ് താഴ്ന്നിട്ട് ഉയർന്നു വരുന്ന സ്റ്റേജിലാണ് എവിക്റ്റ് ആയത്. ആര്യൻ എന്നൊരു ഗെയിമർ ഇപ്പോഴുള്ള എല്ലാവർക്കും ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. എല്ലാവരും പേടിച്ചിരുന്ന ഒരാളായിരുന്നു. ആര്യൻ ഫിസിക്കൽ ടാസ്കിലാണെങ്കിലും മെന്റൽ ടാസ്കിലാണെങ്കിലും വെരി ആക്റ്റീവ് ആൻഡ് സ്ട്രോങ് ഗെയിമർ ആയിരുന്നു. ആര്യന്റെ മെയിൻ ക്വാളിറ്റി ആരെന്ത് പറഞ്ഞാലും അത് പേഴ്സണലി എടുക്കില്ല, കേൾക്കും, അത് വിടും, അതിനപ്പുറത്തേക്കില്ല. പിന്നെ അവരോട് തന്നെ പോയി സംസാരിക്കും. അങ്ങനത്തെ നല്ല ക്വാളിറ്റി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ശരിക്കും ആര്യൻ ഇപ്പോഴും അവിടെ വേണമായിരുന്നു. ബിഗ് ബോസിന്റെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ ഈ സമയമാവുമ്പോൾ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റിനെ പുറത്താക്കും. അത് ആര്യനായി പോയി. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, ഈ പ്രാവശ്യത്തെ മട്ടൻ ബിരിയാണിയിലെ മട്ടൻ ഞാനായിരുന്നു എന്ന്. എനിക്കറിയില്ല, ഈ കുടുംബ പ്രേക്ഷകർക്ക് ഭയങ്കര ഫൈറ്റും കുറച്ച് കരച്ചിലും മസാല തെറികൾ ഇതൊക്കെയാണ് ഇഷ്ടമെന്ന് തോന്നുന്നു. കാരണം ഞാൻ എന്തെങ്കിലും ചിരിച്ചാൽ അവർക്കത് തമാശയാണ്. ഇൻമെച്ചൂർഡാണ് അവന്റെ ക്യാരക്ടർ, അങ്ങനെയാണ്. എനിക്കിപ്പോൾ അനുമോള ബെഡിൽ വെള്ളം വീണാൽ എന്ത് ചെയ്യാൻ പറ്റും? ഓ വെരി ബാഡ് നെവിൻ, എനിക്ക് അങ്ങനെ പറയാൻ പറ്റോ? ഇല്ല, എനിക്കത് എൻജോയ് ചെയ്യാനേ പറ്റൂ. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഫൈറ്റിംഗ്, നിങ്ങൾ ഭയങ്കര ഹേറ്റിംഗ് ആണ്. അതിനകത്ത് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എടാ നെവിനെ എന്താണ് കാണിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വളച്ചു പിടിച്ച് ആര്യൻ ഈ അവസരം ചിരിച്ചു മുതലാക്കി. കണ്ണിൽ ചോരയില്ലാത്തവൻ എന്നൊക്കെയായി ട്രെൻഡിങ് ന്യൂസ്. ഒരാളുടെ പേഴ്സണൽ ഡിസിഷൻ എനിക്കെങ്ങനെ എഫക്ട് ചെയ്യാൻ പറ്റും? ഞാൻ എന്തിനാ കരയുന്നേ? നിങ്ങളുടെ ഫൈറ്റ് അല്ലേ? രണ്ട് ക്യാപ്റ്റന്മാർ കുറ്റം ചെയ്തപ്പോൾ മൂന്നാമത്തെ ക്യാപ്റ്റനാണ് മൊത്തം പ്രശ്നവും വന്നത്. അങ്ങനെ ലാസ്റ്റ് വീക്ക് കുറച്ച് നെഗറ്റീവായി, ഞാൻ പുറത്തുമായി. ടിക്കറ്റ് ഫിനാലയിൽ ഒക്കെ വെരി ഫെയർ ഡിസിഷൻ ആയിരുന്നു. അവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അതിൽ 15 ടാസ്ക് ഉണ്ട്. 8ാമത്തെ ടാസ്ക് ആയപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ ഫൈനൽ ടാസ്ക് ആണ് എന്ന്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇനി 7 ടാസ്ക് ഉണ്ട്, എനിക്ക് എങ്ങനെ ലീഡ് എടുക്കാൻ പറ്റും? ഇതൊക്കെയാണ് എന്റെ പ്ലാനിങ്. എന്നാലും 86 ഡേയ്സ് നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നാലും എങ്ങനെ നിന്നു എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പ്രഷർ കുക്കർ മാതിരിയായിരുന്നു. ഇങ്ങനെ പൊട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കണ്ടന്റിന്റെ പേരിൽ ഞാൻ ആ വീട്ടിൽ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടുപേർ സംസാരിക്കുന്നത് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അത് കണ്ടന്റ് ആണ്. ഞാൻ ആരോടും പോയിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. എല്ലാവരും പ്രതികരിക്കുന്നത് ഞാൻ ഫണ്ണായിട്ട് എടുക്കും. അനീഷേട്ടൻ പറയും ഞാൻ ഈ വീട്ടിൽ ജീവിച്ചു പോവുകയാണെന്ന് എന്നൊക്കെ. അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഞാനും ജീവിക്കുക തന്നെയായിരുന്നു, പക്ഷെ വിളിച്ചു പറഞ്ഞിട്ടില്ല. ഞാൻ പാവമാണ്, ആർക്കും എന്നെ ഇഷ്ടമില്ല. ഇങ്ങനെയൊക്കെ കണ്ടന്റ് കൊണ്ടുവരുന്നവരാണ് പലരും. അവർ തന്നെയാണ് ഗെയിമേഴ്സും.